കലോത്സവം കാഴ്ചകളുടേത് മാത്രമല്ല ഓർമ്മകളുടേതുമാണ്. മിമിക്രി സദസ്സിൽ കണ്ട് ഉൾക്കണ്ണിന് കീഴെ മിടിക്കുന്ന അനുകരണക്കല. കലോത്സവം കാഴ്ചകളുടേത് മാത്രമല്ല, അത് ഓർമ്മകളുടേത് കൂടിയാണ്. മിമിക്രി സദസ്സിൽ കണ്ടു ഉൾക്കണ്ണിന് കീഴെ മിടിക്കുന്ന അനുകരണകല. 3 പതിറ്റാണ്ട് മുൻപത്തെ കാസർഗോഡ് കലോത്സവം. മഞ്ജു വാര്യർ കലാതിലകം തൊട്ട വർഷം. നൃത്ത അരങ്ങിലേക്കല്ല, മിമിക്രി വേദിയിലേക്കാണ് ഈ പിന്നോട്ട് നടത്തം. അന്ന് ഒറ്റയ്ക്കല്ല, ഒരാളുടെ കൈ പിടിച്ചാണ് ചന്ദ്രബാബു എന്ന നീളൻ പയ്യൻ മൈക്കിന് മുന്നിലെത്തിയത്. പിന്നെ കേട്ടത് ശബ്ദാനുകരണവും കരഘോഷവും ഇഴുകിച്ചേർന്ന 5 മിനിറ്റുകൾ. 31 വർഷങ്ങൾക്കിപ്പുറം അതിൽ പലതും അതേ മികവിൽ ആവർത്തിക്കുന്നുണ്ട്. മുഖമേതും കണ്ടിട്ടേ ഇല്ലാത്തൊരാൾ കേട്ടുപഠിച്ച് ഉരുവിട്ടതെല്ലാം കണ്ടു കണ്ണു നനഞ്ഞു സദസ്സിന്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അത്യാവശ്യം മിമിക്രി അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ അവതരിപ്പിക്കുന്ന ശബ്ദങ്ങൾ കേട്ട് ഞാനൊന്ന് അനുകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ മറ്റുള്ളവരെ പോലെ അത് കണ്ട് എനിക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ എൻ്റെ കൈകൾ പിടിച്ച് ശബ്ദം എങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത്, ശബ്ദം എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് ആദ്യമായി എന്നെ പരിശീലിപ്പിച്ചത് എൻ്റെ സഹോദരനാണ്. എനിക്ക് 1991 കാസർഗോഡ് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനമായിരുന്നു. 1995 കോട്ടയത്ത് നടന്ന സംസ്ഥാന TTI കലോത്സവത്തിൽ മിമിക്രിക്ക് 1ാം സ്ഥാനം നേടി. 94 കായംകുളം MSM കോളേജിൽ നടന്ന കേരള സർവകലാശാല കലോത്സവത്തിൽ മിമിക്രിക്ക് 2ാം സ്ഥാനം ലഭിച്ചു. എൻ്റെ കാഴ്ചക്കുറവ് ഒരു കുറവാണ്, യഥാർത്ഥത്തിൽ ഒരു കുറവാണ്. പക്ഷേ നമ്മൾ നിർഭയമായിട്ട് മറ്റുള്ളവർക്കൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. 27 വർഷങ്ങളായി ഉൾക്കൺ വെളിച്ചത്തിൽ അധ്യാപകനായി തുടരുന്നു ജീവിതം. പരിമിതികളെന്ന കാരണം പറഞ്ഞ് മാറി നിൽക്കുന്നവർ പിന്തുടരേണ്ട കാൽപ്പാടുകളാണ് ചന്ദ്രേട്ടന്റേത്. നടക്കാം രാവിന് മുൻപേ കനൽ കാടു താണ്ടാം. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും രശ്മി കാർത്തിക, ജനം.